കഴിഞ്ഞ ദിവസം സീസണിലെ 23ാമത് മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസുമായിരുന്നു. ഈ മത്സരത്തിൽ റോയൽസിനെ കാഴ്ചക്കാരാക്കി ആധികാരിക ജയമാണ് ഗുജറാത്ത് സ്വന്തമാക്കിയത്. 58 റൺസിനായിരുന്നു ഗുജറാത്തിന്റെ ജയം. എന്നാൽ ഈ മത്സരത്തിനിടെ മൂന്നാം അമ്പയറുടെ വിക്കറ്റ് തീരുമാനത്തിൽ കലിപ്പിലായ രാജസ്ഥാൻ റോയൽസ് താരം റിയാൻ പരാഗിനെയും കാണാൻ സാധിച്ചു. മൂന്നാം അമ്പയറെടുത്ത തീരുമാനത്തിൽ അതൃപ്തനായിരുന്ന പരാഗ് ഫീൽഡ് അമ്പയറോട് തർക്കിച്ചതിനും ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചു. സംഭവം എന്തായാലും ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി കഴിഞ്ഞു. 218 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസ് ഇന്നിംഗ്സിന്റെ 7ാം ഓവറിലായിരുന്നു വിവാദത്തിനാസ്പദമായ സംഭവം അരങ്ങേറിയത്. ഇടം കയ്യൻ പേസർ കുൽവന്ത് ഗജ്റോളിയ എറിഞ്ഞ ഓവറിലെ 4ാം പന്തിൽ വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലറിന് പരാഗ് ക്യാച്ച് സമ്മാനിച്ചു. അപ്പീലിൽ അമ്പയർ ഔട്ട് വിളിക്കുകയും ചെയ്തു. എന്നാൽ അത് ഔട്ടല്ലെന്ന ഉറപ്പോടെ റിയാൻ പരാഗ് DRS ആവശ്യപ്പെട്ടു. റിപ്ലേകളിൽ പന്ത് ബാറ്റിനരികിൽ കൂടി പോകുമ്പോൾ സ്പൈക്ക് ഉണ്ടെന്ന് കണ്ടതോടെ അത് ഔട്ട് തന്നെയെന്ന മൂന്നാം അമ്പയറും വിധിയെഴുതി. എന്നാൽ ഈ തീരുമാനം റിയാൻ പരാഗിനെ ഞെട്ടിച്ചു. ബാറ്റ് നിലത്ത് കൊണ്ടപ്പോഴാണ് സ്പൈക്ക് ഉണ്ടായതെന്ന വിശ്വാസത്തിലായിരുന്നു പരാഗ്. പുറത്തേക്ക് തിരിച്ചു നടക്കുന്നതിനിടെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി റിയാൻ പരാഗ് അമ്പയർമാരോട് തർക്കിക്കുകയും ചെയ്തു. മൂന്നാം അമ്പയറുടെ തീരുമാനത്തിൽ പരാഗ് വളരെയധികം രോഷാകുലനായിരുന്നുവെന്ന് താരത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. അതേസമയം ഇത് ഔട്ടാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ ക്രിക്കറ്റ് പ്രേമികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബാറ്റ് ഗ്രൗണ്ടിൽ മുട്ടിയോ എന്ന് കാര്യമായ സമയമെടുത്ത് പരിശോധിക്കാതിരുന്ന മൂന്നാം അമ്പയർക്കെതിരെ വലിയ വിമർശനങ്ങളാണ് രാജസ്ഥാൻ റോയൽസ് ആരാധകർ ഉയർത്തുന്നത്. അമ്പയർക്ക് പിഴവ് പറ്റിയെന്നും പരാഗ് ചതിക്കപ്പെട്ടു എന്നുമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ റോയൽസ് ആരാധകർ കുറിക്കുന്നത്. ആരാധകർക്കിടയിൽ ഇത് ഇത്ര ചർച്ചയായതിന്റെ കാരണം മറ്റൊന്നുമല്ല. എന്തെന്നാൽ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്ത് മുന്നേറുമ്പോഴായിരുന്നു റിയാൻ പരാഗിന്റെ വിക്കറ്റ് രാജസ്ഥാൻ റോയൽസിന് നഷ്ടമാകുന്നത്. 14 പന്തിൽ നിന്ന് ഒരു 4ന്റെയും 3 6റുടെയും സഹായത്തോടെ 26 റൺസ് എടുത്താണ് പരാഗ് പുറത്തായത്. തുടരെ വിക്കറ്റുകൾ നഷ്ടമായ രാജസ്ഥാന് പരാഗിന്റെ നഷ്ടം വലിയ പ്രഹരമേൽപ്പിച്ചു. അതേസമയം രാജസ്ഥാന്റെ മുൻനിര ബാറ്റർമാരെ എല്ലാം അനായാസം എറിഞ്ഞിടാൻ കഴിഞ്ഞ ദിവസം ഗുജറാത്തിന് സാധിച്ചു എന്നതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നേരിട്ട 7 പന്തിൽ ഒരു 4 നേടി 6 റൺസ് തികഞ്ഞപ്പോഴേക്കും ജയ്സ്വാൾ കളിയിൽ നിന്ന് പുറത്തായി. ഒരു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം ഉറപ്പിച്ചപ്പോഴായിരുന്നു ജയ്സ്വാളിന്റെ ഈ പുറത്താകൽ. ശേഷം സഞ്ജുവിന് കൂട്ടായി നിതീഷ് റാണ എത്തി. പക്ഷേ 3 പന്തിൽ നിന്ന് 1 റൺ മാത്രം നേടി റാണയും മടങ്ങി. പിന്നീടെത്തിയ പരാഗും സഞ്ജുവും ഒരു കൂട്ടുകെട്ട് കെട്ടിപ്പടുക്കുമ്പോഴായിരുന്നു തേർഡ് അമ്പയറിൽ നിന്ന് അപ്രതീക്ഷിത വിധി വരുന്നത്. രാജസ്ഥാനെതിരെ ഗുജറാത്തിനായി പന്തെറിഞ്ഞ എല്ലാവരും തന്നെ ഒന്നോ അതിലധികമോ വിക്കറ്റ് സ്വന്തമാക്കിയ ഒരു മാച്ച് കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടി റോയൽസിനെ ഇല്ലാതാക്കിയത് പ്രസീദ് കൃഷ്ണയാണ്. 4 ഓവറുകളിൽ പന്തെറിഞ്ഞ താരം 24 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടുകയായിരുന്നു. ഇതിൽ 2 വിക്കറ്റുകൾ ഗുജറാത്തിന്റെ ജയം ഉറപ്പിക്കുന്നതായിരുന്നു. സഞ്ജുവിന്റെയും ഹെറ്റ്മെയറിന്റെയും വിക്കറ്റുകളായിരുന്നു അത്. എന്തായാലും സീസണിലെ 3ാം തോൽവിയാണ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ കളിയിൽ രാജസ്ഥാൻ റോയൽസ് ഏറ്റുവാങ്ങിയത്. 58 റൺസിനായിരുന്നു ശുഭ്മാൻ ഗില്ലും സംഘവും ഈ കളിയിൽ വിജയിച്ചത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 217 എന്ന പടുകൂറ്റൻ സ്കോർ നേടിയപ്പോൾ രാജസ്ഥാൻ റോയൽസ് 159 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു.